കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ്. കളക്ഷനിലും വമ്പൻ കുതിപ്പാണ് സിനിമ നടത്തുന്നത്. സിനിമ ഇതിനോടകം തന്നെ 50 കോടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ കുഞ്ചാക്കോ ബോബന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായി ചിത്രം മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഓഫീസർ ഓൺ ഡ്യൂട്ടിയെ തേടി മറ്റൊരു റെക്കോർഡ് കൂടി എത്തിയിരിക്കുകയാണ്. ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ ചിത്രമായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറി. 27 കോടിയാണ് സിനിമ ഇതുവരെ കേരളത്തിൽ നിന്നും നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആസിഫ് അലി നായകനായി എത്തിയ സിനിമ രേഖാചിത്രത്തിനെ മറികടന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ നേട്ടം കൈവരിച്ചത്. 26.85 കോടി രൂപയാണ് രേഖാചിത്രം നേടിയത്. അതേസമയം രേഖാചിത്രം 75 കോടിയിലേറെ ആഗോളതലത്തിൽ നിന്നും നേടിയിട്ടുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തമിഴ്, തെലുങ്ക് പതിപ്പുകൾ ഇന്ന് റിലീസായിട്ടുണ്ട്. മാർട്ടിൻ പ്രക്കാട് ഫിലിംസ്, ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറുകളിൽ മാർട്ടിൻ പ്രക്കാട്, സിബി ചാവറ, രഞ്ജിത്ത് നായർ എന്നിവർ ചേർന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ നിർമ്മാണം. ജോസഫ് നായാട്ട് എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തും ഇലവീഴ പൂഞ്ചിറയുടെ സംവിധായകനുമായ ഷാഹി കബീർ ആണ് സിനിമയുടെ തിരക്കഥയൊരുക്കിയത്. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മനോജ് കെയു, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, ജയ കുറുപ്പ്, വൈശാഖ് ശങ്കർ, റംസാൻ, വിഷ്ണുജി വാര്യർ, ലയ മാമൻ, ഐശ്വര്യ, അമിത് ഈപ്പൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ.